എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ കർക്കിടക മാസമല്ലേ, ഞാനൊരു കർക്കിടക കഞ്ഞി വയ്ക്കാമെന്ന് കരുതി. കർക്കിടക കഞ്ഞിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കീഴാനെല്ലി, തവഴാമ, മുക്കുറ്റി, ചെറുളം, പൂവാങ്കുറുഞ്ഞി. ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. എടുത്തുകൊണ്ട് വന്ന് പിഴുതുകൊണ്ട് വന്ന പാടെ വെളിയിൽ ബക്കറ്റിലിട്ട് നല്ല വൃത്തിക്ക് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് പിന്നെ അകത്ത് കൊണ്ടുവന്ന് പുഴുക്കുത്ത് വീണ ഇലകളെല്ലാം മാറ്റി ഞാൻ എല്ലാത്തിൻ്റെയും വേര് സഹിതമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിനെ പുഴുക്കത്തുള്ള ഭാഗമെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഈ ഇലയും നല്ലതുപോലെ അരിഞ്ഞിട്ട് നല്ലതുപോലെ അരച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ അരി എടുത്തിരിക്കുന്നത് ഞവര അരിയാണ്. ഞവര അരി ഒരു 250 ഗ്രാം. ഇവിടെ ആരും കുടിക്കില്ല, ഞാൻ മാത്രമേ കുടിക്കൂ, ഉപ്പായും കുടിക്കും. ഞവര അരി ഒരു 250 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. ആ അരിയിൽ പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന 5 ഗ്രാം വീതം വരുന്ന ആശാളി, 5 ഗ്രാം വരുന്ന കരിഞ്ജീരകം, 5 ഗ്രാം വരുന്ന ഉലുവ. ഇത് ഇത്രയും ഇട്ട് അരി നല്ലതുപോലെ വേവിച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ച് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ പിഴിഞ്ഞ് വെച്ച മരുന്നൊഴിച്ച് അതും നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ 1/2 ഗ്ലാസ് മിൽമ പാൽ എൻ്റെ കയ്യിലുള്ളൂ, അതൊഴിച്ചിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞ് അതിട്ട് കടുകും ഇട്ട് ആ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ച് ഈ കഞ്ഞിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് പപ്പടം ചുട്ടതും ബീൻസും ക്യാരറ്റും കൂടെയുള്ള തോരനുമായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. അസ്സലാമു അലൈക്കും. മഴയാണ്, എല്ലാവരും സുരക്ഷിതരായിട്ടൊക്കെ ഇരിക്കണം. ഞങ്ങൾക്കിവിടെ ഇപ്പോഴും നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പം എല്ലാ പേരോടും നമസ്കാരം.